നമ്മളിൽ പലരും രാത്രിയാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്. വിജനമായ റോഡുകളിലൂടെ തണുത്ത കാറ്റേറ്റ് പാട്ടുമൊക്കെ കേട്ട് വണ്ടി ഓടിച്ചു പോകുന്ന ആ സുഖം അതൊന്നു വേറെ തന്നെയാണ്. പക്ഷേ ഈ ലോകത്ത് ചില സ്ഥലങ്ങളുണ്ട്, അവിടേക്ക് രാത്രിയെന്നല്ല പകൽ പോലും മനുഷ്യർ പ്രവേശിക്കാൻ ഭയപ്പെടുന്നു. ഗവൺമെന്റുകൾ പോലും ഔദ്യോഗികമായി പൂട്ടി മുദ്രവെച്ച ചില സ്ഥലങ്ങൾ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ജപ്പാനിലെ അങ്ങനെയൊരു സ്ഥലത്തെക്കുറിച്ചാണ്. ഇനുനാക്കി ടണൽ അഥവാ ഇനുനാക്കി തുരങ്കം. ജപ്പാനിലെ ഫുകുവോക്ക എന്ന നഗരത്തിലാണ് ഈ ശാപം കിട്ടിയ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് കൊലപാതകങ്ങളും ആത്മഹത്യകളും നടന്നതിനെ തുടർന്ന് ജപ്പാൻ സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് ഈ തുരങ്കം വലിയ സിമന്റ് കട്ടകൾ വെച്ച് ശാശ്വതമായി അടച്ചുപൂട്ടിയതാണ്. പക്ഷേ 1990കളുടെ ഒടുവിൽ ഈ തുരങ്കത്തിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ക്യാമറയിൽ പകർത്താൻ പോയ 2 സുഹൃത്തുക്കൾക്കുണ്ടായ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ഭീകരമായ അനുഭവമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക, കാരണം ഇതിൻ്റെ അവസാനം നിങ്ങളെ ഞെട്ടിക്കുന്ന ഒന്നാണ്. അമാനുഷിക കാര്യങ്ങളെക്കുറിച്ചും പ്രേതബാധയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും വീഡിയോകൾ ചെയ്യുന്ന ഹിരോഷി, കെൻഡോ എന്നീ 2 കോളേജ് സുഹൃത്തുക്കളായിരുന്നു നമ്മുടെ കഥയിലെ നായകന്മാർ. ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ പോവുക, അവിടുത്തെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി ആളുകളെ കാണിക്കുക എന്നതായിരുന്നു ഇവരുടെ വിനോദം. അങ്ങനെ ഇരിക്കെയാണ് ജപ്പാനിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഇനുനാക്കി തുരങ്കത്തെക്കുറിച്ച് ഇവർ കേൾക്കുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി. ഒരു ശനിയാഴ്ച രാത്രി 12 മണിക്ക് അവർ തങ്ങളുടെ കാറുമെടുത്ത് ആ തുരങ്കം ലക്ഷ്യമാക്കി തിരിച്ചു. കാട് പിടിച്ചുകിടക്കുന്ന മലയോര പാതയിലൂടെയായിരുന്നു അവരുടെ യാത്ര. പോകുന്ന വഴിയിലുടനീളം ജപ്പാൻ ഗവൺമെന്റിന്റെ മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് പ്രവേശിക്കരുത്, ഇവിടെ അപകടമുണ്ട്, നിങ്ങളുടെ ജീവന് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നൊക്കെ അതിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. കാടിന്റെ വന്യതയും തണുപ്പും കൂടിയപ്പോൾ കെൻഡോയ്ക്ക് ചെറിയൊരു ഭയം തോന്നി. അവൻ ഹിരോഷിയോട് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോയാലോ? അന്തരീക്ഷം ആകെ ശരിയല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഹിരോഷി അത് ചിരിച്ചു തള്ളി. നീ ഒന്ന് പേടിക്കാതിരിക്കെ. അവസാനം അവരാ തുരങ്കത്തിന്റെ മുന്നിലെത്തി. മലയുടെ ഉള്ളിലേക്ക് തുറക്കുന്ന ആ വലിയ തുരങ്കത്തിന്റെ പ്രവേശന കവാടം വലിയ കല്ലുകളും സിമന്റ് കട്ടകളും ഉപയോഗിച്ച് പൂർണ്ണമായി അടച്ചിരിക്കുകയായിരുന്നു. കാടിന്റെ നടുവിൽ തികച്ചും വിജനമായ ഒരിടം. വവ്വാലുകളുടെ ശബ്ദം മാത്രമാണ് അവിടെ കേൾക്കാനുണ്ടായിരുന്നത്. അവർ കാർ ദൂരെ മാറ്റി പാർക്ക് ചെയ്തു. എന്നിട്ട് കയ്യിൽ വലിയൊരു ഹാൻഡിക്യാമും ടോർച്ചുകളുമായി തുരങ്കത്തിനടുത്തേക്ക് നടന്നു. ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ പാകത്തിൽ ചെറിയൊരു വിടവ് അവർ കണ്ടെത്തി. ആദ്യം ഹിരോഷിയും തൊട്ടുപിറകെ കെൻഡോയും ആ ഇരുണ്ട തുരങ്കത്തിനുള്ളിലേക്ക് ഇറങ്ങി. അകത്തേക്ക് കാലുകുത്തിയ നിമിഷം കെൻഡോയ്ക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. പുറത്തെ തണുപ്പല്ലായിരുന്നു അവിടെ, വല്ലാത്തൊരു കനത്ത അന്തരീക്ഷം, ഒപ്പം ചീഞ്ഞഴുകിയ എന്തോ ഒന്നിൻ്റെ കടുത്ത ദുർഗന്ധവും. തുരങ്കത്തിന്റെ മുകളിൽ നിന്ന് വെള്ളം തറയിലേക്ക് ഇറ്റുവീഴുന്ന ശബ്ദം മാത്രം ആ നിശബ്ദതയിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. ഹിരോഷി ക്യാമറ ഓൺ ചെയ്ത് ചുറ്റുമുള്ള ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങി. ടോർച്ചിന്റെ വെളിച്ചം ചുവരുകളിലേക്ക് അടിച്ചപ്പോൾ അവർ കണ്ടത് വിചിത്രമായ പല എഴുത്തുകളുമായിരുന്നു. വരികൾ വ്യക്തമല്ലായിരുന്നു. അവർ ഒരു 100 മീറ്റർ ഉള്ളിലേക്ക് നടന്നു കാണും. പെട്ടെന്ന് ഹിരോഷിയുടെ കയ്യിലിരുന്ന ക്യാമറയുടെ സ്ക്രീൻ തനിയെ ഓഫായി ഓണാകാൻ തുടങ്ങി. ദൃശ്യങ്ങളാകെ ഗ്ലിച്ചാകുന്നു. അതിലും ഭീകരമായി ആ തുരങ്കത്തിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന്, അതായത് കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന ആ ഇരുട്ടിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആരോ ഓടിവരുന്ന മട്ടിൽ ചുവടുകളുടെ ശബ്ദം കേട്ടു. ആ ശബ്ദം വളരെ വേഗത്തിലാണ് ഇവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ആരോ നിലവിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഹിരോഷി ധൈര്യം സംഭരിച്ച് ആ ഇരുപ്പിലേക്ക് ടോർച്ചടിച്ചു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ശബ്ദം പെട്ടെന്ന് നിലച്ചു. അവരാകെ ഭയന്നുപോയി. തിരിച്ചു പോകാൻ വേണ്ടി അവർ തിരിഞ്ഞപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. അവർ നടന്നു വന്ന വഴികളിലെ തുരങ്കത്തിൻ്റെ ചുവരുകളിൽ
ഇപ്പോൾ ആരോ കൈ അമർത്തിയതുപോലെ ചോര കലർന്ന കൈപ്പാടുകൾ പുതിയതായി തെളിഞ്ഞു വരുന്നു. അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം ചോർന്നുപോയ ഹിരോഷി ക്യാമറയും പിടിച്ചു പ്രവേശന കവാട ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. തൊട്ടുപിറകെ കെൻഡോയും. ശ്വാസം നിലയ്ക്കുന്നതുപോലെ ഓടി അവർ ആ കല്ലുകളുടെ വിടവിനടുത്തെത്തി. പുറത്തേക്ക് കടക്കാൻ നോക്കിയ കെൻഡോ പെട്ടെന്ന് മരവിച്ചുപോയി. അവൻ ഭയത്തോടെ മുകളിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ ആ കല്ലുകളുടെ മുകളിൽ ഒരു വൃദ്ധൻ തലകീഴായി തൂങ്ങിക്കിടക്കുകയാണ്. അയാളുടെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരുന്നു. കണ്ണുകളിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ആ രൂപം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇവരുടെ നേർക്ക് തിരിഞ്ഞു. എന്നിട്ട് മനുഷ്യസാധ്യമല്ലാത്ത രീതിയിൽ വായ പൊളിച്ച് ഭയങ്കരമായി അലറി വിളിച്ചു. ആ ശബ്ദം കേട്ടാൽ ചെവി പൊട്ടിപ്പോകുമായിരുന്നു. അവർ രണ്ടുപേരും നിലവിളിച്ചുകൊണ്ട് ആ വിടവിലൂടെ പുറത്തേക്ക് ചാടി. കാറിനടുത്തേക്ക് ഭ്രാന്തെടുത്തതുപോലെ ഓടി. ഹിരോഷി വേഗം കാറിനുള്ളിൽ കയറി വാതിലുകൾ ലോക്ക് ചെയ്തു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൻ കാറിന്റെ കീ തിരിച്ചു. അതേസമയം കാറിന്റെ ചുറ്റുമുള്ള വിൻഡോ ഗ്ലാസുകളിൽ പുറത്തുനിന്ന് ആരോ ശക്തമായി അടിക്കാൻ തുടങ്ങി. കാറിന്റെ ഗ്ലാസുകൾ പൊട്ടുമെന്ന അവസ്ഥയായി. പുറത്തു നോക്കിയപ്പോൾ ആരുമില്ല. പക്ഷേ ഗ്ലാസുകളിൽ ചെളി പുരണ്ട കൈപ്പാടുകൾ തനിയെ പതിഞ്ഞുകൊണ്ടിരുന്നു. ഹിരോഷി സർവശക്തിയുമെടുത്ത് ഒരിക്കൽ കൂടി കീ തിരിച്ചു. ഭാഗ്യത്തിന് വണ്ടി സ്റ്റാർട്ടായി. അവൻ ആക്സിലറേറ്റർ ചവിട്ടിപ്പിടിച്ച് ആ കാട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വണ്ടി ഓടിച്ചു പാഞ്ഞു. അടുത്ത ദിവസം രാവിലെ സൂര്യപ്രകാശം വന്നപ്പോഴാണ് അവർക്ക് അല്പമെങ്കിലും ശ്വാസം നേരെ വീണത്. നേരം വെളുത്തപ്പോൾ അവർ കാർ പരിശോധിച്ചു. ഞെട്ടലോടെയാണ് അവർ അത് കണ്ടത്. കാറിന്റെ ബോഡിയിൽ മുഴുവൻ ആരോ നഖം കൊണ്ട് പോറിയ ആഴത്തിലുള്ള പാടുകളുണ്ടായിരുന്നു. എന്നാൽ അവരെ ജീവനോടെ ഭയപ്പെടുത്തിയ കാര്യം മറ്റൊന്നായിരുന്നു. തലേ ദിവസം രാത്രി റെക്കോർഡായ ക്യാമറയിലെ ദൃശ്യങ്ങൾ ഹിരോഷി കമ്പ്യൂട്ടറിലിട്ട് പരിശോധിച്ചു. അവർ തുരങ്കത്തിനുള്ളിൽ നിന്ന് പേടിച്ച് ഓടുന്ന ആ ഭാഗം പ്ലേ ചെയ്തപ്പോൾ അവരുടെ തൊട്ടുപിറകിലായി വികൃതമായ മുഖമുള്ള, കൈകാലുകൾ ഒടിഞ്ഞ മട്ടിലുള്ള ഒരു സ്ത്രീ രൂപം ഇവരെ തൊട്ടില്ല എന്ന രീതിയിൽ പിന്തുടർന്ന് ഓടുന്നത് വ്യക്തമായി ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രൂപം ഇവരുടെ ഒപ്പമുണ്ടായിരുന്നിട്ടും അവർ അത് അറിഞ്ഞിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷം ഹിരോഷിയും കെൻഡോയും പിന്നീട് ഒരിക്കലും ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടില്ല. അവർ ആ വീഡിയോ യൂട്യൂബിൽ ഇട്ടതുമില്ല. കൂട്ടുകാരെ, ഇന്നും ജപ്പാനിലെ ഈ പഴയ ഇനുനാക്കി തുരങ്കത്തിന്റെ പരിസരത്ത് രാത്രി സമയങ്ങളിൽ പോകുന്നവർക്ക് സ്ത്രീകളുടെ നിലവിളിയും കാറിന്റെ വിൻഡോയിൽ വന്ന് അടിക്കുന്ന അദൃശ്യ ശക്തികളെയും അനുഭവപ്പെടാറുണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ജപ്പാൻ സർക്കാർ ഇപ്പോൾ ആ തുരങ്കത്തിലേക്കുള്ള വഴി പോലും പൂർണ്ണമായി മാറ്റി ഭൂപടത്തിൽ നിന്ന് അത് ഒഴിവാക്കിയത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇതുപോലെയുള്ള യഥാർത്ഥ ഹൊറർ അനുഭവങ്ങൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു ഭീതിപ്പെടുത്തുന്ന കഥയുമായി വീണ്ടും കാണാം.